ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എപ്പോഴും അജ്ഞത കൊണ്ട് ഞാനെന്നും നീയെന്നും ഭാവന വളർന്നു വരുന്നു. എന്നിൽ നിന്ന് അന്യമാണ് മറ്റേയാൾ എന്ന് ധരിക്കുന്നത് എന്നെ തന്നെ ഞാൻ അറിയാത്തത് കൊണ്ടാണ്. എന്നെ ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് മറ്റേയാളിലും എന്ന് ബോധിക്കുമ്പോൾ അയാൾ ഒരിക്കലും എന്നിൽ നിന്ന് വേറെയല്ല. ഒരേ ശക്തി ചൈതന്യമാണ് എന്നിലും സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം നമ്മളിൽ ഉണ്ടായിരിക്കും. നാം ആഹാരം ചവയ്ക്കുന്ന സമയത്ത് നമ്മുടെ പല്ല് നമ്മുടെ ചുണ്ടിന് ഒരു കടി കടിച്ചാൽ നാം ഒരിക്കലും നമ്മുടെ പല്ലിനെ ശിക്ഷിക്കാറില്ല. കാരണം അവിടെ നാം നമ്മുടെ ചുണ്ടിനെ തലോടി കൊടുക്കുന്നു. ഇത് നാം തന്നെയാണ്. അവിടെ ശിക്ഷയല്ല വേണ്ടത്. ആർക്ക് വേദനയുണ്ടായോ അവിടെ സമാശ്വാസമാണ് വേണ്ടത്. കാരണം ആ പല്ലും ആ നാവും എൻ്റേത് തന്നെയാണ്. ഇപ്രകാരമാണ് ഈ ജഗത്തിലെ സർവചരാചരങ്ങളും. എന്നിൽ നിന്നും അന്യമായി ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. അതെപ്പോഴാണ് ബോധിക്കുക? ഞാൻ ആരാണെന്ന് ബോധിക്കുമ്പോൾ. ഞാനാ പരമാത്മാവാണ് എന്ന് ബോധിച്ചാൽ ആത്മസ്വരൂപം തന്നെയാണ് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെയാണ് എല്ലാറ്റിലും, എല്ലാം എന്നിലാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് അനുഭവവേദ്യമാകും. എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നതാണ് പരമസത്യം. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്, നാം ബോധിക്കേണ്ടത്. നാവും പല്ലും തമ്മിലേൽക്കുകിൽ കോപിച്ചിടേണ്ടതാരോടാം, അതേ മട്ടന്യനല്ലാരും ഒന്നുതാനോർക്കിലേവനും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമസത്യം. നാവും പല്ലും തമ്മിലേൽക്കുകിൽ, നാവും പല്ലും തമ്മിലേൽക്കുകിൽ. നാവിനെ പല്ല് കൊണ്ട് ചിലപ്പോൾ കടിച്ച് ചവയ്ക്കുമ്പോൾ പല്ല് നാവിന് കൊണ്ട് മുറിവ് പറ്റുക സ്വാഭാവികമാണ്. അതാണ് നാവും പല്ലും തമ്മിലേൽക്കുകിൽ കോപിച്ചിടേണ്ടതാരോടാം. നാവും പല്ലും തമ്മിലേറ്റുമുട്ടുന്ന സമയത്ത് നമ്മൾ ആരോട് കോപിക്കും? പല്ലിനോട് കോപിക്കാൻ ഒക്കുമോ? അതുപോലെ നാവിനെ ശിക്ഷിക്കാൻ പറ്റുമോ? നാവിനെ നാം തലോടുകയും അതിന് മുറിയുണങ്ങാനുള്ള ഒരു ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പല്ലിനെ ശിക്ഷിക്കാറുണ്ടോ? പല്ലിനെ കല്ലെടുത്ത് കുത്തി പൊട്ടിക്കാറും ഇല്ല. കാരണം ആ നാവും ആ പല്ലും നമ്മുടേത് തന്നെയാണ്. അത് രണ്ടല്ല വാസ്തവത്തിൽ. അതേപോലെയാണ് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. എന്നിൽ നിറഞ്ഞിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നാം നമ്മുടെ മനസ്സിൽ നിരന്തരമായി ആത്മവിചാരം ചെയ്തുകൊണ്ടേയിരിക്കണം. ലോകവിചാരം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ വ്യത്യസ്തതകൾ, ഈ നാനാത്വ ബുദ്ധി നമ്മളിൽ നിഴലിക്കുന്നത്. എന്നാൽ നിരന്തരമായ ആത്മവിചാരം കൊണ്ട് നാനാത്വ ബുദ്ധി ഇല്ലാതെയായി സർവത്തിലും ആത്മഭാവത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ എല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണ്. ആ ഞാൻ ആരെന്ന് ബോധിക്കുമ്പോൾ എല്ലാവരോടും എനിക്കിഷ്ടം തന്നെയാണ്. കാരണം എല്ലാവരിലും ഞാൻ തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന സത്യം നമ്മൾ ബോധിക്കണം. നാവും പല്ലും തമ്മിലേൽക്കുകിൽ കോപിച്ചിടേണ്ടതാരോടാം, അതേ മട്ടന്യനല്ലാരും ഒന്നുതാനോർക്കിലേവരും. ഇവിടെ ആരും അന്യനല്ല, എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ആ ഓർമ്മ ഉറപ്പിക്കുകയാണ്
നാം ഈ ലോകത്തിൽ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് സമാധാനത്തിനും സുഖത്തിനും കാരണമായി ഭവിക്കുന്നത്. ഇവിടെ നാനാത്വമില്ല, ഏകത്വമാണ്. നമ്മുടെ മനസ്സ് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോഴാണ് നാനാത്വമുണ്ടായത്. ആ മനസ്സിനെ നാം ആ നാനാത്വത്തിൽ നിന്നും പിൻവലിച്ച് ഏകത്വത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ നമുക്ക് എല്ലാം ഏകമായി ദർശിക്കാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ദർശനം എന്ന് പറയുന്നത്. ആ നാനാത്വത്തിൽ ദർശിക്കുന്നത് അജ്ഞാനവും ഏകത്വത്തിൽ ദർശിക്കുന്നത് ജ്ഞാനവുമാണ്. അജ്ഞാനം നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കും, ജ്ഞാനം നമ്മെ ആനന്ദത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഏകത്വ ദർശനമാണ് നാം ഇവിടെ വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് മാത്രമേ നമുക്ക് സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. നാവും പല്ലും തമ്മിലേൽക്കിൽ കോപിച്ചിടേണ്ടതാരോടാം, അതേ മട്ടന്യനെല്ലാരും ഒന്നുതാനോർക്കിലേവനും.